എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ വചനത്തിങ്കൽ ഞാൻ എൻ്റെ കൈ ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും ഉണ്ടാക്കി, ശക്തിയുള്ളവൻ തന്നെ, എങ്കിലും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ആമേൻ. വായിച്ചു നോക്കാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗ്ഗം എന്റെ സിംഹാസനവും എന്റെ സിംഹാസനം സ്വർഗ്ഗമാണ്, പാദപീഠവുമാകുന്നു. ഭൂമി എന്റെ പാദപീഠമാണ്. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധമുള്ളൂ, എന്റെ വിശ്രാമ സ്ഥലവും ഏത്? അടുത്ത വാക്യം. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാക്കുന്നു, ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും ഞാൻ ഇത്ര വലിയവനാണ്, ഇത്ര വലിയവനാണ് ഞാൻ, ഇത്ര ശക്തിമാനാണ് ഞാൻ, എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എന്റെ വചനത്തിങ്കൽ വചനം പറയുന്നവനെ വിറപ്പിക്കുന്നവനല്ല. ഇപ്പൊ പലരും വചനം പറയുന്നവനെ വിറപ്പിക്കുന്നവരാണ്. ഹല്ലേലൂയ, ആമേൻ. വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. അവനാണ് ഭക്തിയുള്ളവൻ. ഒരിക്കൽ കേട്ടാൽ മതി, സത്യമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവൻ സ്വീകരിക്കുന്നവനാണ് ഭക്തിയുള്ളവൻ. അങ്ങനെ ഭക്തിയുള്ള പുരുഷന്മാർ 3000 പേർ. വീട്ടിൽ പോയി അപ്പനോട് ചോദിക്കട്ടെ, അമ്മയോട് ചോദിക്കട്ടെ, ഭർത്താവിനോട് ചോദിക്കട്ടെ, ഭാര്യയോട് ചോദിക്കട്ടെ, കുടുംബത്തോട് ചോദിക്കട്ടെ, യഹൂദന്മാരോട് ചോദിക്കട്ടെ, പ്രമാണികളോട് ചോദിക്കട്ടെ, പരീശന്മാരോട് ചോദിക്കട്ടെ, എന്നൊന്നും പറഞ്ഞില്ല. പുരോഹിതന്മാരോടും ചോദിക്കട്ടെ എന്ന് പറഞ്ഞില്ല. വചനം സത്യമെന്ന് അറിഞ്ഞ ഉടനെ അവരെ തങ്ങളെ സമർപ്പിച്ചു കൊടുത്തു. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ കരുതണം. ആമേൻ. ആരും അനുവാദം തന്ന് സ്വർഗത്തിൽ പോകാൻ ആർക്കും പറ്റില്ല. ആർക്കും പിടിച്ചു കെട്ടി കൊണ്ടുപോകാനും പറ്റില്ല. ആർക്കും കാലേ കെട്ടി കൊണ്ടുപോകാനോ കൈ കൂടെ കെട്ടി കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല. അവനവന്റെ രക്ഷയ്ക്കുള്ളത് അവനവൻ കരുതണം. നിന്നെ നോക്കി വചനം വരുമ്പോൾ, നിന്നെ നോക്കി ദൈവശബ്ദം വരുമ്പോൾ, ആ ദൈവശബ്ദത്തിന്റെ മുൻപിൽ, ആ വചനത്തിന്റെ മുൻപിൽ നീ നിന്നെ സമർപ്പിച്ചുകൊണ്ട് അടിയൻ ഇതാ എന്ന് ആരൊക്കെ പറഞ്ഞോ അവരെ ആരെയും കർത്താവ് കൈവിട്ടിട്ടില്ല.